ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇത് റിലീസായിട്ട് ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സൽമാൻ ഖാൻ്റെ ഏറ്റവും പുതിയ ബോളിവുഡ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ സിക്കന്ദർ. സിനിമ ബോക്സ് ഓഫീസിൽ പ്രതിദിനം അടിപതറുന്നൊരു കാഴ്ചയാണ് കളക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല. ഇന്നലെ സിനിമയുടെ അവസാനമായിട്ട് പുറത്തു വന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ 141 കോടി കളക്ഷൻ്റെതായിരുന്നു. അത് 3 ദിവസത്തെ കളക്ഷൻ പ്രകാരമുള്ള കണക്കാണ്. ഇപ്പോഴത്തെ 4 ദിവസങ്ങൾ കൊണ്ട് സിനിമ കളക്ഷനിലേക്ക് പോലും എത്തപ്പെട്ടിട്ടില്ല. 140 കോടിയാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. എങ്ങനെ നോക്കിയാലും നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ലാലേട്ടൻ നായകനെത്തിയ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന് താഴെയാണ് സിക്കന്ദർ എന്ന സൽമാൻ ഖാൻ ചിത്രം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളുടെ സിനിമ നോക്കി നിസ്സംശയം പറയാം. ഇങ്ങനെ പോയാൽ എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ പോലും സിക്കന്ദർ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നില്ല. എന്തായാലും സൽമാൻ ഖാൻ സിനിമയുടെ ഫൈനൽ വരെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. എമ്പുരാൻ എന്ന സിനിമ എങ്ങനെ നോക്കിയാലും സിക്കന്ദർ എന്ന സിനിമയേക്കാൾ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിലാണെങ്കിലും പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിലാണെങ്കിലും പ്രതിദിന കളക്ഷന്റെ കാര്യത്തിലും മുന്നിലാണ്. എമ്പുരാന്റെ ഇന്നത്തെ കേരള പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്നും സിനിമയ്ക്ക് 1,85,00,000 മുകളിൽ പ്രീസെയിലായിട്ട് ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇട ദിവസങ്ങളിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമാണ് എമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 70 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമയിൽ അഭിനയിച്ച കാമിയോ റോളിലെത്തിയ ആന്റണി പെരുമ്പാവൂർ അവതരിപ്പിച്ച ഡാനിയൽ റാവുത്തർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ആന്റണി പെരുമ്പാവൂറിന്റെ മകന്റെ ക്യാരക്ടർ പോസ്റ്ററും ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ ഇതുപോലുള്ള സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.